നമസ്കാരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഈ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് കാരണമായത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന എഴുതാനായിട്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മഹാത്മാവായ അംബേദ്കർ. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചത്. ഈ ഭരണഘടന അനുസരിച്ച് എല്ലാ വ്യക്തികളും ജാതി, മത, വർണ്ണ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവരും തുല്യരാണ്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ജെൻ സി ജനറേഷൻ എന്ന് പറയാം, അവർ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? പലപ്പോഴും സംശയമാണ്. കാരണം പലതരം പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അവർക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാന കാരണം നമ്മുടെ കുഴപ്പമാണ്. കാരണം മുതിർന്നവരുടെ കുഴപ്പമാണ്. മുതിർന്നവർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ ജനറേഷനുമായിട്ട് എല്ലാ കാര്യങ്ങളിലും തുറന്ന ചർച്ച അല്ലെങ്കിൽ തുറന്ന ചർച്ചയ്ക്കുള്ള അവസരമുണ്ടാക്കുക. അത് തുടങ്ങേണ്ട സ്ഥലമെന്ന് പറയുന്നത് സ്വന്തം വീട് തന്നെയാണ്. ഒരുപാട് ഐഡിയാസ്, പല പല പ്ലാനിങ്, ബുദ്ധിപരമായിട്ടുള്ള പല ഗുണങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ വ്യൂസ് കൂടെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൂടെ മനസ്സിലാക്കി നാം പ്രവർത്തിച്ചാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വീട് കഴിഞ്ഞാൽ നമ്മുടെ നാട്, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യം, എവിടെയും ഇത് ബാധകമാണ്. ജെൻസി ജനറേഷൻ ഇന്നത്തെ ഒരു അത്യാവശ്യമാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്. നാം അവരെ വളരെയധികം എൻകറേജ് ചെയ്യേണ്ടതുണ്ട്, പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിനെ, നമ്മുടെ കുട്ടികളെ നമ്മളെക്കാട്ടിലും നന്നായിട്ട് പുരോഗമന ചിന്താഗതിക്കാരായിട്ട് കാണുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നുള്ള പ്രതിജ്ഞ നമുക്കെല്ലാവർക്കും എടുക്കാം. നന്ദി.